ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ബീഫ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി നമുക്ക് ബീഫ് പെരട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ മസാല നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരുംജീരകം 1/2 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂണ് ഇവയെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റാണ് വേണ്ടത് ഇതിലേക്ക്. കുരുമുളക് അത്യാവശ്യം നിർബന്ധമാണ്, എന്തായാലും വേണം കേട്ടോ. അപ്പോൾ നമുക്കിത് ചേർക്കാം. പ്രത്യേകിച്ച് നോമ്പിന് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് നല്ല സ്മെല്ലും തോന്നും. അപ്പോൾ പിന്നെ നമുക്ക് 2 സവാള കട്ട് ചെയ്ത് കൊടുക്കാം. ഒരൽപ്പം ഗരം മസാല ചേർക്കണം. സവാള ഒന്ന് വാടാൻ വേണ്ടി ഒരൽപ്പം ഉപ്പ് ചേർക്കണം. സവാള നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് വെക്കണം. നമുക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ്. അതെല്ലാം ഈ ബൗളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഓരോന്ന് കുക്കറിലേക്ക് കാട്ടി എല്ലാം കൂട്ടി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, എരിവ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കട്ടോ. കാരണം ഇതിൽ പച്ചമുളക്, കുരുമുളക്, കാശ്മീരി മുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് എരിവുണ്ട്. പിന്നെ അധികം എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. മല്ലിപ്പൊടി 3 ടീസ്പൂൺ നമുക്ക് വേണം. ആ 3 ടീസ്പൂൺ. ഇത് മട്ടൻ മസാലയാണ്. വീട്ടിലുണ്ടെങ്കിൽ ഇടാം, നിർബന്ധമല്ല. പക്ഷെ ടേസ്റ്റാണ് കേട്ടോ മട്ടൻ മസാല ഈസ്റ്റേണിൻ്റെ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ്. പിന്നെ ഒരൽപ്പം കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. സവാള എല്ലാം നല്ലോണം വേണ്ടി കുഴഞ്ഞ് കിടക്കണം. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. മസാല എല്ലാം മുരിഞ്ഞിരിക്കുന്നുണ്ട്. തക്കാളി, സവാളയും പൊടികളെല്ലാം മുരിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് നമുക്ക് ഒരു 5 വിസിൽ കളയണം. നിങ്ങൾ കുക്കറിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/2 ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം വേണ്ടേ, വരട്ടിയെടുക്കണേ. ഞാൻ വിസിലടിച്ച ആ കുക്കറിൽ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ എയർ പുറത്തൊക്കെ പോവാത്ത വിധത്തിൽ അങ്ങനെ ഇരുന്നാലാണ് നമുക്ക് ബീഫ് വേവായിട്ടുണ്ടാവും കേട്ടോ.